വെൽക്കം ബാക്ക് ടു ജാസി എം എ കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഹൽവ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു മുറുക്കത്തിലുള്ള അടിപൊളി ഹൽവ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് അവൽ വെച്ചിട്ടാണ്. പക്ഷേ ഇത് കാണുമ്പോഴോ കഴിക്കുമ്പോഴോ ഒന്നും അവൽ വെച്ചിട്ട് ചെയ്താന്ന് തോന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലൊക്കെ നല്ലൊരു മുറുക്കത്തിൽ നല്ലൊരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഈ ഹൽവ ഒന്ന് റെഡിയാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയണേ. റെഡിയാക്കി നോക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് അവലാണ്. അപ്പോൾ അവൽ ഞാനൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് കയ്യിലെടുത്ത് ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ആ ഒരു ക്രിസ്പിനെസ് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം ആ പാനിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വന്നാൽ മതിയാവും. ഒരു നൂൽ പരുവൊന്നും ആവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിഞ്ഞ് പൊങ്ങി വരുമ്പോൾ ആ പദം മാത്രം ഒന്ന് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ ശർക്കരയെല്ലാം ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ ചൂടാറാനായിട്ട് വെച്ചിരുന്ന അവലൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് വറുത്ത അവലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ പൗഡറായിട്ട് കിട്ടും കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് 3/4 കപ്പ് തേങ്ങയാണ്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ അടിച്ചെന്ന് എടുക്കണം. അതിനുശേഷം അരിച്ചതിൻ്റെ പാല് ഫുള്ളായിട്ട് എടുക്കുക. 1-ാം പാല് 2-ാം പാലൊന്നും ഒന്നുമില്ല, ഫുള്ളായിട്ടും പാല് അരിച്ചെടുത്താൽ മതിയാവും. ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വെച്ച അവലിലേക്ക് നമ്മളിപ്പോൾ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും 1.5 കപ്പ് പാലാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 1 കപ്പ് പാൽ ആദ്യം ഇതുപോലെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിടുക. വീണ്ടും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് പാൽ കൊണ്ടൊന്നും ഈ അവലിൻ്റെ മിക്സ് നമുക്ക് കുതിർന്നൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ബാക്കി ഇനി വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിലേക്ക് വീണ്ടും നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഇനി കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിടുന്ന സമയത്ത് കട്ടകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മിക്സായിട്ട് റെഡിയാക്കി എടുക്കണം. ഇനി ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യാനുള്ളത് അതിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെളുത്ത എള്ളും അതുപോലെ കാഷ്നട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. നമ്മളിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളെടുക്കുന്ന അവലിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിനൊക്കെ ചെറിയ വ്യത്യാസം വരാം. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ടുള്ളൊരു മിക്സാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിളച്ച് വരും. ആ സമയത്ത് ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ കളറിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു അലുവയുടെ കളറും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നല്ല കറുത്ത ശർക്കരയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ അലുവയും അതുപോലെ തന്നെ നല്ല കറുത്ത ഹൽവ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഒരു 2 നുള്ള ഉപ്പും കൂടിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിടുക. ഈ ഒരു ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുന്ന സമയത്ത് മാത്രം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-12 പീസോളം ഏലക്ക, കുറച്ച് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നിങ്ങൾ പഞ്ചസാര ചേർക്കുന്നില്ലെങ്കിൽ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് നമ്മുടെ ഹൽവയ്ക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കാഷ്നട്ട്സാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ് കേട്ടോ. അതും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഇതുപോലെ കാഷ്നട്ടും എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഹൽവ റെഡിയാക്കി വന്നിട്ട് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതൊരു നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ. വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ 1 ടീസ്പൂണോളം നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിടാം. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ കറുത്ത ഹൽവയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിടാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ
ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് വന്നതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ ഇതിൽ കൂടുതൽ ടൈറ്റായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇത് കുറച്ച് നേരം കൂടിയും ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി വീണ്ടും ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പാകത്തിന്, ഒരു ബോളാക്കിയൊക്കെ എടുക്കാൻ പാകത്തിന് നന്നായിട്ട് ആ ഒരു പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന പോലെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള ഹൽവ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്, അതും കൂടി ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് തന്നെ അത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം ഇതുപോലെ നന്നായിട്ട് ബോൾ മാതിരി നമുക്ക് ഇത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ടൈറ്റ് ആവുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അത്ര ഹാർഡായിട്ടൊന്നും പ്രസ് ചെയ്യരുത്, സോഫ്റ്റായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ച് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്പൂണിൻ്റെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് തന്നെ അതൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുക. 4 മണിക്കൂറിന് ശേഷം ഇത് സെറ്റായിട്ടുണ്ടാവും ചൂടാറിയതിന് ശേഷം. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഇതിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും അത് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് ഒരു ദിവസം കൂടി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു 5-6 ദിവസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇത് നമുക്ക് കഴിക്കാം. അത് ചീത്തയൊന്നും ആയി പോകുന്നില്ല. അത് മാത്രമല്ല നമുക്കൊരു 15 പീസോളം ഹൽവ തന്നെ കിട്ടിയായിരുന്നു. ഈ ഒരു 1.5 കപ്പ് അവലിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 15 പീസോളം ഹൽവ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള അടിപൊളി ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഹൽവ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒന്നും അവൽ വെച്ചിട്ട് ചെയ്തതാണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.